പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ടുഗദർ വിത്ത് ജീസസ് എന്ന ഈ പ്രോഗ്രാമിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഈ പ്രഭാതത്തിൽ ഞങ്ങളെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവും വന്ദനവും നിങ്ങളെ ഓരോരുത്തരെയും അറിയിക്കുകയാണ്. നാളിതുവരെ കർത്താവ് ജയോത്സവമായി നമ്മളെ ഓരോരുത്തരെയും നടത്തി. ദൈവജനം ഫിലിപ്പി ലേഖനത്തിൽ പറയുന്ന പോലെ നമ്മളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ച കർത്താവ് അത് അന്ത്യത്തോളം തികയ്ക്കാൻ മതിയായവനാണ്. നമ്മുടെ ജീവിതത്തിലോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ കർത്താവിനെ അറിഞ്ഞതാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യം. നമ്മൾ കർത്താവിനെ അറിഞ്ഞു എന്ന് പറയുമ്പോഴും വാസ്തവത്തിൽ നമ്മൾ കർത്താവിനെ അറിയുന്നതിലുപരി കർത്താവ് നമ്മളെ അറിഞ്ഞു എന്ന് വേണം പറയുവാൻ. കാരണം ദൈവവചനം യോഹന്നാന്റെ സുവിശേഷം 15:16 ദൈവവചനം പറയുകയാണ്, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തതല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തതാണ്. വേറൊരിടത്ത് നമ്മൾ എഫെസ്യ ലേഖനത്തിൽ വായിക്കുകയാണ്, കൃപയാലല്ലോ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്, അത് നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമാണ്. ഇന്ന് തന്നെ ഈ പ്രഭാതത്തിൽ കേൾക്കുന്ന എല്ലാവരോടും പറയാം, യു ആർ ദ ഗിഫ്റ്റ് ഓഫ് ഗോഡ്. കർത്താവിൻ്റെ തെരഞ്ഞെടുപ്പാണ്. യു ആർ ദ റൈച്ചസ്നെസ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ നീതിയാണ്. കർത്താവ് എന്നെ നിങ്ങളെ തിരഞ്ഞെടുത്തെങ്കിൽ വെറുതെ കർത്താവ് തിരഞ്ഞെടുത്തതല്ല. God has a purpose and God has a plan in our life. ഒരിക്കലും എന്നെ കേൾക്കുന്ന എല്ലാ ദൈവമക്കളോടും പറയാം, ഒരിക്കലും താന്നു പോകത്തില്ല, ഒരിക്കലും ലജ്ജിച്ചു പോകത്തില്ല. ദൈവവചനം പറയുന്നത് പോലെ ഉയർച്ച തന്നെ പ്രാപിക്കും. ജീവിതത്തിൽ ഏത് പ്രതികൂലങ്ങളിലൂടെ പോയാലും പലപ്പോഴും പ്രതികൂല സാഹചര്യമാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ഉയർത്തുന്നത്. ഞാൻ ഇന്നിവിടെ ഇരുന്നത് തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ കടന്നുപോയ ചില പ്രതികൂലങ്ങളാണ് ഇന്ന് ഞാൻ എന്താണോ അതെന്നെ ആക്കി തീർത്തത്. പ്രതികൂലം എന്നെ ഒരിക്കലും താക്കുകയല്ല ചെയ്തത്. പ്രതികൂലം എപ്പോഴും എന്നെ ഉയർത്തി. പ്രതികൂലം എന്നെ കൂടുതൽ ബോൾഡാക്കി. പ്രതികൂലം എന്നെ ക്രിസ്തുവിൽ കൂടുതൽ യഥാസ്ഥാനപ്പെടുത്താനും നമ്മുടെ സ്വന്തം കഴിവിലോട്ട് നോക്കാതെ കർത്താവിലോട്ട് നോക്കാനും ദൈവത്തിലോട്ട് ആശ്രയിക്കാനും ഒക്കെ പ്രതികൂലങ്ങൾ സഹായിച്ചു. ഞാൻ എൻ്റെ ജീവിതത്തിലെ ആ പ്രതികൂലങ്ങളെയൊക്കെ ഓർത്ത് കർത്താവിന് നന്ദി പറയുന്നു. ആ പ്രതികൂലങ്ങളിൽ ജയോത്സവമായി നമ്മളെ നടത്തുന്ന ഒരു കർത്താവുണ്ട്. ആ കാട്ടുപോത്തിൻ്റെ കൊമ്പിൻ്റെ ഇടയിൽ വഴിയൊരുക്കുന്ന ഒരു കർത്താവുണ്ട്. വിഷയങ്ങളോടുകൂടെ പോക്കുവഴിയും അവൻ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നുവെന്ന് ദൈവവചനം പറയുക. അതുകൊണ്ട് ഈ വർഷത്തിൻ്റെ 2026 2ാം മാസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു. ആ 2ാം മാസത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ തല ഉയർത്തി പിടിച്ചോണം. ഒന്നിനും ജീവിതത്തിൽ കുറവ് വരത്തില്ല. ഇന്ന് 2ാം മാസത്തിലോട്ട് കയറിയപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്നലെ രാവിലെ സംസാരിച്ച ചില വാക്കുകൾ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇറ്റ് ഈസ് എ പ്രോഫസി. വി വാണ്ട് ടു പ്രൊഫസൈ ഇൻ ടു യുവർ ലൈഫ്. ദൈവവചനത്തിൽ യെശയ്യാ പ്രവചനം അതിൻ്റെ 58ാം അധ്യായത്തിൽ നിന്ന് വായിക്കാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. അവിടെ ചില പ്രോഫസികൾ, ദൈവവചനം ചില വാഗ്ദത്തങ്ങളായിരിക്കും നിങ്ങൾക്കും വേണ്ടി അവിടെ ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. വിശ്വസിക്കുന്നവർക്ക് ഈ വാഗ്ദത്തങ്ങൾ അവകാശമാക്കാൻ പറ്റും. എന്നോട് കർത്താവ് പറഞ്ഞ് ഫെബ്രുവരി മാസത്തിൽ ഈ പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തം നിങ്ങളുടെ ജീവിതത്തിൽ നിവർത്തിക്കപ്പെടുന്നത് നിങ്ങൾ കാണും. പ്രൊവൈഡഡ്. അതിനെക്കുറിച്ച് ഞാൻ രണ്ടാമത് പറയാം. പ്രൊവൈഡഡ്. ആ ഈ വാഗ്ദത്തങ്ങൾക്ക് ഈ പ്രോമിസിന് രണ്ട് രീതി വേണേൽ പ്രോമിസിനെ തിരിക്കാം. വൺ ഈസ് കണ്ടീഷണൽ പ്രോമിസ്, രണ്ട് അൺകണ്ടീഷണൽ പ്രോമിസ്. ഈ കണ്ടീഷണൽ പ്രോമിസ് എന്ന് പറയുമ്പം എപ്പോഴും അതിൻ്റെ അകത്ത് ഒരു കണ്ടീഷനും കൂടെ എപ്പോഴും കർത്താവ് വെച്ചിട്ടുണ്ട്. മുമ്പേ എൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിക്കും, അതോടുകൂടെ ഇതുപോലെ നമ്മൾ ദൈവവചനത്തിൽ വളരെ ശ്രദ്ധിച്ച് വളരെ സൂക്ഷ്മതയോടെ നമ്മൾ ദൈവവചനത്തിൽ നമ്മൾ നോക്കിയാൽ പരിശുദ്ധാത്മാവ് ചില വെളിച്ചങ്ങൾ നമ്മുടെ ഉള്ളിൽ, ബോധ്യങ്ങൾ നമ്മുടെ ഉള്ളിൽ തരും. ആ ബോധ്യം തരുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് അതിൻ്റെ അകത്ത് ചില കണ്ടീഷൻസ്. അവൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവരും രക്ഷിക്കപ്പെടും. ഒരു കണ്ടീഷനും ഇല്ല. ആർക്ക് വേണമെങ്കിലും, അതിന് നമ്മുടെ യോഗ്യതയില്ല, കഴിവ് ഒന്നുമില്ല. ആർക്ക് വേണമെങ്കിലും യേശു അൺകണ്ടീഷണലാണ്. അത് അൺകണ്ടീഷണൽ പ്രോമിസ്. ആർക്ക് അതിൻ്റെ അകത്ത് ഒരു കണ്ടീഷനും പറഞ്ഞിട്ടില്ല. അത് ആ ജാതിയെന്നോ മതമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. ആർക്ക് വേണേലും ആ നാമത്തെ വിളിക്കാം, ആർക്ക് വേണേലും യേശുവിനെ സ്വീകരിക്കാം. ആ യേശുവെ എന്ന് വിളിക്കുന്ന ഏവരും രക്ഷിക്കപ്പെടും.
അൺകണ്ടീഷണലാണ്. അതുപോലെ ഈ പ്രോമിസുകളിലെല്ലാം കണ്ടീഷണൽ അൺകണ്ടീഷണൽ പ്രോമിസ് ഉണ്ട്. അപ്പോൾ ഇവിടെ വായിക്കുന്ന ഈ വാഗ്ദത്തം ഇന്ന് വീണ്ടും രാവിലെ ഞാൻ അതേ വാഗ്ദത്തങ്ങളെല്ലാം എടുത്ത് ഞാൻ ഇന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പം പെട്ടെന്ന് പരിശുദ്ധാത്മാവ് ഒരു കാര്യം എന്നെ കാണിച്ചു. അപ്പോൾ അത് ഇന്ന് വാസ്തവത്തിൽ ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് പങ്കിടാൻ ആഗ്രഹിക്കുകയാണ്. ആദ്യം പ്രാരംഭമായി ആ വാഗ്ദത്തങ്ങൾ വായിക്കുക. യെശയ്യാ പ്രവചനം 58 അധ്യായം അതിൻ്റെ 8, 9, 11, 12 വാക്യം. അപ്പോൾ നിന്റെ വെളിച്ചം ഉഷസ് പോലെ പ്രകാശിക്കും. നിന്റെ മുറിവുകൾക്ക് വേഗത്തിൽ പൊറുതി വരും. നിന്റെ മുറിവുകൾക്ക് ശരീരങ്ങളെ അവിടെ പറയുകയാണ്, നിന്റെ ശരീരങ്ങളെ എൻ്റെ കർത്താവ് സൗഖ്യമാക്കുന്ന കർത്താവാണ്. നോക്ക്, എത്ര വലിയ ഡാർക്ക് പ്ലേസിലാണ് നിങ്ങൾ ഇരിക്കുന്നെങ്കിലും നിങ്ങൾ നമ്മൾ ചിലത് പറയത്തില്ലേ, മുഴുവൻ എങ്ങോട്ട് നോക്കിയാലും ഇരുട്ടാണ്, എങ്ങോട്ട് നോക്കിയാലും ഒരു സാധ്യത കാണുന്നില്ല. എന്നാൽ ഇവിടെ ദൈവവചനം വ്യക്തമായിട്ട് പറയുകയാണ്, നിന്റെ വെളിച്ചം ഉഷസ് പോലെ പ്രകാശിക്കും. ഗോഡ് ഈസ് ഗോയിങ് ടു ലൈറ്റ് യുവർ ലൈഫ്. നിങ്ങളുടെ ജീവിതത്തെ എൻ്റെ കർത്താവ് വെളിച്ചമാക്കാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ ഇരുണ്ട് കിടക്കുന്ന എല്ലാ ഏരിയകളെയും എൻ്റെ കർത്താവ് പ്രകാശിക്കാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ ശരീരം ബലഹീനമാണോ, നിങ്ങളുടെ സാമ്പത്തിക രംഗം മുഴുവൻ ചോർന്നു പോയിട്ടിരിക്കുകയാണോ, ശൂന്യമായിട്ടിരിക്കുകയാണോ, നിങ്ങൾ പ്രകാശമുള്ള വ്യക്തിയായി തീരാൻ പോവുകയാണ്. നിങ്ങളുടെ വെളിച്ചം ഉഷസ് പോലെ പ്രകാശിക്കും. നിങ്ങളുടെ മുറിവുകൾക്ക് വേഗത്തിൽ പൊറുതി വരും. നിന്റെ നീതി എനിക്ക് മുമ്പായി നടക്കും. നിന്റെ നീതി എനിക്ക് മുമ്പായി നടക്കും. നോക്ക് ഈ വർഷം നമ്മൾ കേട്ട ഏറ്റവും വലിയ ദൂത് സാന്നിധ്യം കൂടെ നടക്കുന്ന വർഷമായിരിക്കും, അല്ലേ? ഇവിടെ പറയുകയാണ്, നിന്റെ നീതി നിനക്ക് മുമ്പായി നടക്കും. യഹോവയുടെ മഹത്വം നിന്റെ പിൻപടയായിരിക്കും. നോക്ക്, അവിടെ നിന്റെ മുന്നിലും പിന്നിലും റെയർ ഗാർഡും ഉണ്ട്, നിന്റെ മുന്നേ പോകുന്ന ഒരു മഹത്വവുമുണ്ട്. അങ്ങനെ ഒരു മാസമായിരിക്കും ഫെബ്രുവരി മാസം. കർത്താവിൻ്റെ ചില പദ്ധതികൾ നിങ്ങൾ കാണും. നമ്മൾ പറയും, വിതൗട്ട് ജീസസ് എൻ്റെ കർത്താവ് ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഇത് നടന്നത് എന്ന് സാക്ഷ്യം പറയുന്നത് പോലെ. ഞാൻ വാസ്തവത്തിൽ ഇന്നലെ രാവിലെ പരിശുദ്ധാത്മാവ് ഈ വചനം എന്നോട് സംസാരിച്ചപ്പം ഞാൻ ചർച്ചിൽ ചെന്നപ്പം ഒരു സഹോദരി സാക്ഷ്യം എഴുതി തന്നു. ആ ശോഭ എന്ന ആ സഹോദരിയുടെ പേര്. ആ സഹോദരി സാക്ഷ്യം എഴുതി തന്നു. ആ സാക്ഷ്യം എഴുതി തന്നപ്പം അതിൻ്റെ അകത്തെ ആ സാക്ഷ്യം എൻ്റെ ഹൃദയത്തെ അസാധാരണമായ ധൈര്യവും ബലവും എൻ്റെ ഹൃദയത്തിൽ നൽകി. അവിടെ ആ സഹോദരി പറഞ്ഞ ഒരു കാര്യമാണ്, ദൈവവചനത്തിൽ നമ്മൾ 38 വർഷമായിട്ട് രോഗക്കിടക്കയിൽ കിടന്ന ഒരാളെ കാണുന്നുണ്ട്. 18 വർഷമായിട്ട് കൂനിയായ ഒരു വ്യക്തിയെ നമ്മൾ കാണുന്നുണ്ട്. 12 വർഷമായിട്ട് രക്തസ്രവം ഉണ്ടായിരുന്ന ഒരു സ്ത്രീയെ കാണുന്നുണ്ട്. എന്നാൽ ഈ റെക്കോർഡെല്ലാം ഭേദിച്ചുകൊണ്ട് ഈ സഹോദരി അവർക്ക് 100-ാം വയസ്സിൽ എബ്രഹാമിന് 100-ാം വയസ്സിൽ കുഞ്ഞിനെ കിട്ടി. പക്ഷേ വാഗ്ദത്തം 25 വർഷം എബ്രഹാം വെയിറ്റ് ചെയ്തു. എന്നാൽ ഈ സഹോദരി ആ റെക്കോർഡെല്ലാം പൊട്ടിച്ച് നോക്ക്, 70 വർഷമായി, 1ഉം 2ഉം അല്ല, സഹോദരി എഴുതിയിരിക്കുകയാണ്, 70 വർഷമായിട്ട് ഞങ്ങൾക്ക് വീട്ടിലോട്ട് വഴിയില്ലായിരുന്നു. ഞാൻ ഒരു ന്യൂ ബോൺ ബേബിയാണ്. കഴിഞ്ഞ 6 മാസമായുള്ളൂ ഞാൻ യേശുവിനെ ധരിച്ചിട്ട് കർത്താവിനോട് ചേർന്ന് നടക്കാൻ തുടങ്ങിയിട്ട്. ഞാൻ ഇവിടെ പറയുന്ന ഓരോ വചനവും ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ കേട്ടപ്പോൾ ഓരോ ദിവസവും കഴിയും തോറും മൈ ഫെയ്ത്ത് വാസ് ബിൽറ്റ്. ഓരോ ദിവസം കഴിയുമ്പോഴും എൻ്റെ വിശ്വാസം വർദ്ധിക്കാൻ തുടങ്ങി. 70 വർഷമായിട്ട് ഞങ്ങളുടെ വീട്ടിലോട്ട് വഴിയില്ലായിരുന്നു. സൗകര്യം എഴുതിയിരിക്കുകയാണ്, ഞാൻ ആ വീട്ടിൽ കല്യാണം കഴിച്ചിട്ട് വന്നിട്ട് 36 വർഷമായി ഞങ്ങളുടെ വീട്ടിലോട്ട് വഴിയില്ലായിരുന്നു. അപ്പം എനിക്ക് എൻ്റെ ഉള്ളിലൊരു പ്രേരണ തോന്നി, ആ വഴി ആരാണോ കൊടുക്കേണ്ടത് ആ വ്യക്തിയോട് പോയി ഒന്ന് ചോദിക്കണം, വഴി തരാമോ എന്ന്. അങ്ങനെ അവരെ ഒരിക്കലും വഴി തരത്തില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ഒരാളാണ്. പണ്ട് മുതലേ ഹസ്ബൻഡിൻ്റെ ഫാദറിൻ്റെ കാലം മുതൽ അവർ പറഞ്ഞിരിക്കുന്ന വഴി ഒരിക്കലും നിങ്ങൾക്ക് വഴി തരത്തില്ല എന്ന് പറഞ്ഞിരിക്കുന്ന വ്യക്തിയാണ്. പക്ഷേ ഈ സഹോദരി വിശ്വാസത്തിൽ അങ്ങനെയാണ്. നിങ്ങൾ വിശ്വാസത്തിൽ നിങ്ങളൊരു സ്റ്റെപ്പ് നിങ്ങൾ വെച്ചാൽ കർത്താവ് പ്രവർത്തിക്കും. ഈ സഹോദരി പോയി ചോദിച്ചു, ഞങ്ങൾക്ക് വീട്ടിലോട്ടൊരു വണ്ടി കയറി പോകുന്ന പോലെ ഒരു വഴി തരാമോ എന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, ഞങ്ങൾ പറയുന്ന ഉടൻ നോക്ക്, നമ്മൾ ചോദിക്കുമ്പോഴാണ് ചില വാതിലുകൾ തുറക്കുന്നത്. അവർ പറഞ്ഞു, ഞങ്ങൾ പറയുന്ന പൈസ നിങ്ങൾ തരുവാണെങ്കിൽ വഴി തരാമെന്ന് പറഞ്ഞു. സഹോദരിയുടെ ഇപ്പോൾ 1 രൂപ പോലും ഇല്ല കൊടുക്കാൻ. സഹോദരി ഓർത്തു, ആ വഴി അടഞ്ഞല്ലോ. താൻ വീട്ടിൽ പോയി പായിട്ടു.
ആ പായയിലോട്ടിരുന്നു. താൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. തൻ്റെ സാക്ഷ്യത്തിൽ താൻ എഴുതിയിരിക്കാൻ രാത്രി 2 മണി വരെ ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ കർത്താവിൻ്റെ സന്നിധി, നിങ്ങളുടെ കർത്താവിൻ്റെ സന്നിധിയിൽ എന്തെങ്കിലും പകർന്നിട്ടുണ്ടെങ്കിൽ, കർത്താവിനോട് എന്തെങ്കിലും നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എവരി പ്രെയർ ഈസ് ആൻ ആൻസേർഡ് പ്രെയർ. ഞാൻ വിശ്വസിക്കുകയാണ് നമ്മുടെ മുഴുവൻ പ്രാർത്ഥനകൾക്കും മറുപടിയുണ്ട്. കർത്താവിനോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കേൾക്കുന്ന ഒരു ചെവിയുണ്ട് കേട്ടോ നമ്മുടെ പ്രാർത്ഥനയുടെ അറ്റത്ത്. ഈവൻ നമ്മുടെ ഹൃദയത്തിൻ്റെ വിചാരങ്ങൾ പോലും, അല്ലേ, ഹൃദയത്തിൻ്റെ വിചാരങ്ങളെ ഞാൻ നിനക്ക് തരുമെന്ന് കർത്താവ് പറയുകയാണ്. നിങ്ങളുടെ ചോദിക്കുന്നതിന് മുമ്പേ ആവശ്യം അറിയുന്ന ഒരു കർത്താവ് ഉണ്ടെന്ന് ദൈവവചനം പറയുകയാണ്. ഐ ബിലീവ് ദാറ്റ് വേർഡ്. ഞാൻ ആ വചനം ഞാൻ അതുപോലെ വിശ്വസിക്കുകയാണ്. നോക്ക്, ഈ സഹോദരി രാത്രി താൻ എഴുതിയിരിക്കുക, രാത്രി 2 മണി വരെ പ്രാർത്ഥിച്ചു. നേരം വെളുത്തപ്പോൾ അത്ഭുതം, ഇരുട്ടി വെളുക്കുന്നത് പോലെ. ഇന്ന് പരിശുദ്ധാത്മാവ് ആരോടോ ഒരു ദൂത് പറയുകയാണ്, ഇരുട്ടി വെളുക്കുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം നടക്കും. നിങ്ങൾ ഇപ്പോൾ ഒന്നും കാണുന്നില്ലായിരിക്കും, ഒരു സാധ്യതയും കാണുന്നില്ലായിരിക്കും, പക്ഷേ അടുത്ത മോമെന്റ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതമായിരിക്കും. അടുത്ത നിമിഷം എൻ്റെ കർത്താവിന് നോക്കിക്കേ, ദൈവവചനം പറയാം, കണ്ണിമയ്ക്കും നേരം, അല്ലേ, കണ്ണിമയ്ക്കും നേരം കൊണ്ട് നമ്മൾ രൂപാന്തരപ്പെടും. എൻ്റെ കർത്താവിന് ഒരു മില്ലി സെക്കൻഡ് പോലും വേണ്ട എൻ്റെ കർത്താവിന് പ്രവർത്തിക്കാൻ. അതുപോലെ ആരുടെയൊക്കെ ജീവിതത്തിൽ എൻ്റെ കർത്താവ് പ്രവർത്തിക്കാൻ പോയി. നേരം വെളുത്തപ്പോൾ ഉണ്ടല്ലോ, ഇന്നലെ പോയി ചോദിച്ച ആൾക്കാർ വന്ന്, നിങ്ങൾക്ക് എന്തുമാത്രം സ്ഥലമാണ് വേണ്ടി, അത് കെട്ടിയെടുത്തോളാം. നോക്ക്, രാജാക്കന്മാരുടെ ഹൃദയങ്ങളെ പോലും മാറ്റിമറിക്കാൻ കഴിയുന്ന ഒരു കർത്താവ് ജീവനോടെയുണ്ട്. നേരം വെളുക്കുമ്പം നോക്ക്, നിങ്ങൾ കർത്താവിൻ്റെ സന്നിധി ഹൃദയം പകർന്നിട്ടുണ്ടോ? രാജാക്കന്മാരുടെ ഹൃദയങ്ങളെ പോലും എൻ്റെ കർത്താവിന് മാറ്റാൻ പറ്റും. പ്രൈസ് കണക്ട് വിത്ത് ജീസസ്. ഞാനൊരു കാര്യം പറയാം. നമുക്ക് ദൈവവചനത്തിൽ ഒത്തിരി വാഗ്ദത്തങ്ങളുണ്ട്, ഒത്തിരി പ്രോമിസുകളുണ്ട്. നമ്മൾ ബൈബിൾ വായിക്കുന്നവരായിരിക്കാം. ചിലപ്പോൾ നമ്മുടെ നെയിം ഒരു ക്രിസ്ത്യൻ നെയിം ആയിരിക്കും, ഒരു ക്രിസ്ത്യൻ ഭവനത്തിലായിരിക്കും നമ്മൾ ജനിച്ചത്. യു മേ ബി ബോൺ ആസ് എ ക്രിസ്ത്യൻ. ഞാൻ ബോൺ ആസ് എ ക്രിസ്ത്യൻ എന്ന് പറയുമ്പോൾ വീണ്ടും ജനിച്ച കാര്യമല്ല ഞാൻ പറയുന്നത്. യു ലീവ്ഡ് ആസ് എ ക്രിസ്ത്യൻ, യു മേ ബി യു ഡൈഡ് ആസ് എ ക്രിസ്ത്യൻ. അങ്ങനെ ജനിച്ച് ജീവിച്ച് മരിച്ച ഒരു വ്യക്തിയായിരിക്കണം. പക്ഷേ യേശുവിനെ അറിയണമെന്നില്ല. യേശുവിനെ അറിയുന്നത് ഇറ്റ് ഈസ് ടോട്ടലി ഡിഫറെൻറ്റ്. അതിൽ നിന്ന് നോക്ക്, നമ്മുടെ പേര് ജോൺ എന്നോ തോമസ് എന്നോ നമ്മുടെ വർഗീസ് എന്നോ കോശി എന്നോ എന്ത് വേണേലും നമ്മുടെ പേരിൻ്റെ അറ്റത്ത് നമുക്ക് ഇനീഷ്യൽ ഉണ്ടായിരിക്കാം. നമ്മുടെ SLC ബുക്കിൽ ക്രിസ്ത്യൻ എന്ന് എഴുതിയിട്ടുണ്ടായിരിക്കാം. അതല്ല ക്രിസ്ത്യൻ. ക്രൈസ്റ്റ് ഇൻ യു, യു ആർ ക്യാരിയിങ് ദ ഗ്ലോറി. നിങ്ങൾ മഹത്വം കൊണ്ട് നടക്കുന്നവരാണെന്നും യേശു ക്രിസ്തു സിംഹാസനമിട്ട് നിങ്ങളുടെ ഉള്ളിൽ വാഴുന്നു എന്ന ഒരു ബോധ്യം, ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്നവരാണെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നവരാണെന്നും ആ ഒരു ബോധ്യമാണ്. അതാണ് ക്രിസ്ത്യാനിറ്റി. ഞാൻ കേവലം ഈ ലോകം കൊണ്ട് ഒതുങ്ങി നിൽക്കുന്നതല്ല, ഇതിൻ്റെ അപ്പുറം എനിക്കൊരു ജീവിതമുണ്ട്. പ്ലീസ്, ആ എറ്റേണിറ്റിയെ കുറിച്ചുള്ള ആ ബോധ്യമുണ്ടെങ്കിൽ നോക്ക്, ആ ക്രിസ്തുവിൻ്റെ വചനത്തിന് അടിസ്ഥാനപ്പെട്ട് ഞാൻ നിങ്ങൾ മുന്നോട്ട് പോകും. പിന്നെ ദിസ് ബിക്കംസ് അവർ ലൈഫ്. ഈ പുസ്തകം ഉണ്ടല്ലോ, ഈ പുസ്തകം ഇത് എഴുതിയിരിക്കുന്നത് നിങ്ങൾ വായിച്ചേ. ഇത് എഴുതിയിരിക്കുന്നത് ദൈവവചനം പറയുക സത്യ വേദപുസ്തകം എന്നാണ് എഴുതിയിരിക്കുന്നത്. എനിക്ക് മലയാളം ഇംഗ്ലീഷിൽ ഹോളി ബൈബിൾ വിശുദ്ധ ഗ്രന്ഥം തന്നെയാണ്. അപ്പം ഈ മലയാളം ട്രാൻസ്ലേഷൻ എനിക്ക് വലിയ ഇഷ്ടമാണ്. സത്യവേദപുസ്തകം, ഇറ്റ് സ്പീക്സ് ദ ട്രൂത്ത്. ഇത് സത്യം വിളിച്ച് പറയുന്നതാണ്. ഇത് ലൈ ബുക്കല്ല, ഇത് ട്രൂത്ത് ബുക്കാണ്. ഇത് നുണപുസ്തകമല്ല, ഇത് സത്യ വേദപുസ്തകമാണ്. ഇതിൻ്റെ അകത്ത് ഇത് വെൻ ദിസ് ബിക്കംസ് യുവർ മാനുവൽ, നമ്മുടെ ഡേ ടു ഡേ ലൈഫ് മാനുവൽ ആയിട്ട് ഇത് നമ്മുടെ ജീവിതത്തിൽ മാറാൻ തുടങ്ങുമ്പം യുവർ ലൈഫ് വിൽ become fruitful. നോക്ക്, she got connected with the holy of holies. പോയിട്ട് അങ്ങോട്ട് കണക്ട് ചെയ്തു. അത്ഭുതകരമായി രാവിലെ ഇങ്ങോട്ട് വന്നിട്ട് പറയുകയാണ്, ഇന്നലെ ഞങ്ങൾ പറയുന്ന പൈസ തന്നാൽ ആ സ്ഥലം തരാം എന്ന് പറഞ്ഞയാൾ, ആ വഴി തരാമെന്ന് പറഞ്ഞയാൾ രാവിലെ പറഞ്ഞു, നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും കെട്ടിയെടുത്തു. ഒരു പൈസയും നിങ്ങൾ തരണ്ട, ഇഷ്ടമുള്ളത് അത്രയും കെട്ടിയെടുത്തു. നോക്ക്, എൻ്റെ കർത്താവിന് പ്രവർത്തിക്കാൻ ഏത് മേഖലകളിലും പ്രവർത്തിക്കാം. ഏത് വ്യക്തിയുടെ ഉള്ളങ്ങളോ ഇന്ന് ചിലരൊക്കെ നിങ്ങളോട് നോ പറഞ്ഞിട്ടുണ്ടായിരിക്കും. എൻ്റെ കർത്താവിന് അത് യെസ് ആക്കാൻ ഒരു നിമിഷം മതി. ഇനി നടക്കത്തില്ലെന്ന് പറഞ്ഞ വിഷയം തുറക്കാൻ എൻ്റെ കർത്താവിന് ഒരു നിമിഷം മതി. ജസ്റ്റ് ബിലീവ്. ആ കർത്താവിലൊന്ന് വിശ്വസിച്ച്
മുമ്പോട്ട് പോയിക്കോ, ഒന്നിനും കുറവ് വരത്തില്ല. ഇവിടെ ഞാൻ മടങ്ങി ദൈവവചനത്തിലോട്ട് വരികയാണ്. ഇവിടെ എഴുതിയിരിക്കുകയാണ്, അപ്പോൾ നിന്റെ വെളിച്ചം ഉഷസ് പോലെ പ്രകാശിക്കും, നിന്റെ മുറിവുകൾക്ക് വേഗത്തിൽ പൊറുതി വരും, നിന്റെ നീതി നിനക്ക് മുമ്പായി നടക്കും, യഹോവയുടെ മഹത്വം നിനക്ക് പിൻപടയായിരിക്കും. അപ്പോൾ നീ വിളിക്കും, യഹോവ ഉത്തരമരുളും. അപ്പോൾ നീ വിളിക്കും, കർത്താവ് ഉത്തരമരുളും. ഫെബ്രുവരി മാസം ചില മറുപടികളുടെ മാസമാണ്. ഫെബ്രുവരി മാസം ചില ഉത്തരങ്ങളുടെ മാസമാണ്. നിങ്ങളുടെ ദീർഘനാളുകളായ ചില പ്രാർത്ഥനാ വിഷയങ്ങൾ ഗോഡ് ഈസ് ഗോയിങ് ടു അക്കംപ്ലിഷ് ഇറ്റ്. അത് നിവർത്തിക്കപ്പെടുന്ന മാസമാണ്. പ്രൈസ് ദി ലോർഡ്. ഇനിയും അത് നിങ്ങളുടെ പ്രെയർ റിക്വസ്റ്റ് അല്ല, യുവർ പ്രെയർ റിക്വസ്റ്റ് ഈസ് ബിക്കമിങ് എ ടെസ്റ്റിമണി. അതൊരു സാക്ഷ്യമായി മാറാൻ പോവുകയാണ്. സാക്ഷ്യങ്ങളുടെ മാസമായിരിക്കും ഫെബ്രുവരി മാസം. ജസ്റ്റ് ബിലീവ്. നോക്ക്, ഇവിടെ ദൈവവചനം പറയുകയാണ്, വിളിച്ചപേക്ഷിക്കും, ഉത്തരമരുളും, ഞാൻ വരുന്നു എന്ന് അരുളി ചെയ്യും. 11-ാം വാക്യം. യഹോവ നിന്നെ എല്ലായ്പ്പോഴും നടത്തുകയും. എല്ലായ്പ്പോഴും എനിക്ക് ഈ പ്രോഫറ്റിക്കൽ വേർഡ് എനിക്ക് ഭയങ്കര ഉത്സാഹമാണ്. എല്ലായ്പ്പോഴും നടത്തുകയും. ചില ദിവസങ്ങൾ മാത്രമല്ല, ചില സമയങ്ങൾ മാത്രമല്ല, ചില സീസൺസ് മാത്രമല്ല. യു ആർ ഓൾ സീസൺസ്. യു ഓൾവേസ് ബെയർ. നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതായിരിക്കും. യു ഓൾവേസ് ബെയർ ഫ്രൂട്ട്. എപ്പോഴും ഫലം കായ്ക്കുന്നവരായിരിക്കും, എപ്പോഴും സന്തോഷമുള്ളവരായിരിക്കും, എപ്പോഴും ദൈവികമായ സമാധാനം ഉള്ളവരായിരിക്കും ദൈവമക്കൾ. ഇവിടെ എഴുതിയിരിക്കുകയാണ്, എല്ലായ്പ്പോഴും നടത്തുകയും. വരണ്ട നിലത്തിലും നിന്റെ ഇത് ഫെബ്രുവരി മാസത്തേക്കല്ല, ഇത് ലൈഫ് ലോങ് കേട്ടോ. എല്ലായ്പ്പോഴും യു ആർ കണക്റ്റഡ് വിത്ത് ദ ഹോളി ഓഫ് ഹോളീസ്. ദൈവവചനം പറയുകയാണ്, എല്ലായ്പ്പോഴും നടത്തുകയും. വരണ്ട നിലത്തിലും നിന്റെ വിശപ്പടക്കി. വരണ്ട നിലത്തിലും നിന്റെ വിശപ്പ. എത്ര വലിയ ബാരൻനെസ്സും എത്ര വലിയ ശൂന്യതയും എൻ്റെ കർത്താവിന് നിറയ്ക്കാൻ പറ്റും. ഇഫ് യു ആർ ബാരൻ, ഒന്നുമില്ലേ, പോക്കറ്റ് ശൂന്യമാണോ, ആ ബാരൻനെസ്സിനെ എൻ്റെ കർത്താവിന് പൊട്ടിക്കാൻ പറ്റും. വരണ്ട നിലത്തിലും നിന്റെ വിശപ്പടക്കി. നിന്റെ അസ്ഥികളെ നോക്ക്, യാക്കോബ് ക്ഷാമകാലത്ത് 100 മേനി കൊയ്ത്. കെരീത് തോട്ടിലെ വെള്ളം പറ്റി. പക്ഷെ ഒരു വിധവയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാക്കയെ വിട്ട് പോറ്റി. അല്ലേ, ആ ക്ഷാമകാലം വല്ലതും അറിഞ്ഞോ? ഒന്നും അറിഞ്ഞില്ല. അവിടെ പോറ്റുന്ന ഒരു കർത്താവുണ്ട്, കാക്കയെ അയക്കുന്ന ഒരു കർത്താവുണ്ട്, നിനക്ക് വേണ്ടി കരുതുന്ന ഒരു കർത്താവുണ്ട്. ദൈവവചനം പറയുകയാണ്, ഞാൻ നിനക്ക് വേണ്ടി കരുതുന്ന കർത്താവായതുകൊണ്ട് എൻ്റെ ശക്തിയുള്ള ഭുജത്തിൻ്റെ കീഴിൽ നിങ്ങൾ താണിരിപ്പീൻ. എന്തിനു വേണ്ടിയാണ്? തക്ക സമയത്ത് ഞാൻ നിങ്ങളെ ഉയർത്തേണ്ടതിന്. അവിടെ ദൈവവചനം പറയും, തക്ക സമയത്ത്, ഓൺ ടൈം ഐ വിൽ ലിഫ്റ്റ് യു. ആ തക്ക സമയമാകുമ്പം എൻ്റെ കർത്താവ് നിങ്ങളെ ഉയർത്തേണ്ടതിന്. ഒന്ന് താന്നിരുന്നു, ഒന്നിനും കുഴപ്പം വരത്തില്ല. എൻ്റെ പ്രൊവൈഡർ ജീവനോടെ ഉണ്ട്, എൻ്റെ കർത്താവ് ജീവനോടെ ഉണ്ട്, എൻ്റെ കർത്താവിന് എല്ലാം കാണുന്നുണ്ട്. ആദ്യം തന്നെ അവസാനം അറിയുന്നവനാണ്. യഹോവ എല്ലായ്പ്പോഴും നിന്നെ നടത്തുകയും വരണ്ട നിലത്തിലും നിന്റെ വിശപ്പടക്കി. നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തും. നിന്റെ യൗവനം, ആരോടെ പറയാണ്, നിന്റെ യൗവനം കഴുകനെ പോലെ പുതുകി വരും. മേല, എനിക്ക് ക്ഷീണമാണ്, എൻ്റെ ശരീരത്തിന് ബലഹീനതയാണ്. നോ, നിന്റെ അസ്ഥികൾ പുതുക്കും, നിന്റെ അസ്ഥികൾക്ക് ബലം വരും, നിനക്ക് ആരോഗ്യം വരും, നിന്റെ യൗവനം കഴുകനെ പോലെ പുതുക്കി വരും. ഇന്ന് ചത്ത അവസ്ഥയാണോ, അതിൻ്റെ ജീവൻ തരാൻ എൻ്റെ കർത്താവിന് കഴിവുണ്ട്. ജസ്റ്റ് ബിലീവ് ആൻഡ് റിസീവ് ഇറ്റ്. ഈ പ്രോമിസ് ഒരിക്കലും മാറത്തില്ല, ഈ പ്രോമിസ് ഒരിക്കലും ചാകത്തില്ല. വായിച്ചോ. നീ നനവുള്ള തോട്ടം പോലെയും വെള്ളം വറ്റി പോകാത്ത നീരുറവ. വെള്ളം വറ്റി എത്ര കോരിയാലും തീരത്തില്ല കണ്ടു, എത്ര ഉപയോഗിച്ചാലും തീരാത്തത് വണ്ണം എൻ്റെ കർത്താവ് സമൃദ്ധി കൊണ്ട് നിറയ്ക്കും. സമൃദ്ധി എന്ന് പറയുമ്പം ഏറ്റവും വലിയ സമൃദ്ധി പൈസ അല്ല കേട്ടോ. ഏറ്റവും വലിയ സമൃദ്ധി സമാധാനമാണ്. ഏത് സാഹചര്യത്തിലും ആ സമാധാനം. ഒരു കൊടുങ്കാറ്റ് അടിക്കുമ്പോഴും ഒരു ദൈവവൈതലിനെ സംബന്ധിച്ച് ആ ദൈവവൈതലിന് അസാധാരണമായ സമാധാനം. He knows he has a provider. He knows Jesus is alive. ചിലർക്ക് അത് അറിയാൻ മേല, ചില വിഷയങ്ങൾ കാണുമ്പോൾ വഴി അടഞ്ഞുവെന്ന് ചിലർ വിചാരിക്കും. കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് വളരെ വേദന ഉണ്ടാകുന്ന ഒരു വിഷയം നമ്മൾ കണ്ടു, അല്ലേ? CJ റോയ്. നോക്ക്, പെട്ടെന്ന് ഒറ്റ നിമിഷം എല്ലാം തീർന്നില്ല. പലരും അങ്ങനെ ജീവിതം അവസാനിപ്പിക്കുന്നത് തീർന്നു എന്ന് വിചാരിച്ചു. തീർന്നില്ല, ഒരു വഴിയുണ്ട്. ഒരാൾ മാത്രം പറഞ്ഞിട്ടുണ്ട്, ഐ എം ദ വേ. എത്ര ഇവിടെ ദൈവവചനം പറയാണ്. വായിച്ച വാക്യം ഒന്നുകൂടെ വായിച്ച്.
നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തുകയും ചെയ്യും. നീ നനവുള്ള തോട്ടം പോലെ. വെള്ളം വറ്റിപ്പോകും. ഒരിക്കലും വെള്ളം വറ്റത്തില്ല. ഒരിക്കലും നിന്റെ ഉറവ നിന്നു പോകത്തില്ല. കാരണം നിന്റെ ഉറവ താഴെ നിന്നുള്ള ഉറവയല്ല, നിന്റെ ഉറവ മേളിൽ നിന്നുള്ള ഉറവയാണ്. ഞാൻ ആകാശത്തിന്റെ കിളിവാതിലുകളെ തുറന്ന് ഇട പോരാതെ വണ്ണം അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് പേഴ്സൺ ഈസ് അലൈവ് ആൻഡ് ആക്റ്റീവ്. എൻ്റെ കർത്താവിന് സ്വർഗത്തിൽ ഒന്നിനും കുറവില്ല. സ്വർഗത്തിൽ ഇപ്പം ഈ എന്നാ പറയുന്നത്, സ്വർഗത്തിൽ റിസഷൻ അല്ല. സ്വർഗത്തിൽ ഇപ്പം റിസഷൻ ഒന്നുമില്ല. സ്വർഗത്തിൽ എപ്പോഴും സമൃദ്ധിയാണ്. സ്വർഗത്തിൽ ഒന്നിനും കുറവില്ല. അങ്ങോട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ദൈവമക്കളോട് പറയാം, യു വിൽ എൻജോയ്. നിങ്ങളുടെ ജീവിതത്തിൽ കുറവ് വരത്തില്ല. ഇവിടെ പറയുകയാണ്, നീ നനവുള്ള തോട്ടം പോലെയും വെള്ളം വറ്റിപ്പോകാത്ത നീരുറവ പോലെയുമാകും. നിന്റെ സന്തതി പുരാതന ശൂന്യങ്ങളെ പണി. നിന്റെ സന്തതി, ദിസ് ഇസ് ഫോർ യുവർ ജനറേഷൻസ്. ഞാൻ പറയാം, ഈ ദൈവവചനം തലമുറകളുടെ, എൻ്റെ കർത്താവ് തലമുറകളുടെ കർത്താവാണ്. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് ഈ വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും. വാഗ്ദത്തം ഒരു തലമുറ കൊണ്ട് തീർന്നു പോകുന്നതാണ്. നിങ്ങൾ കർത്താവിനെ പിൻപറ്റുമ്പോൾ അനുഗ്രഹം ഒരു തലമുറ കൊണ്ട് തീർന്നു പോകുന്നതല്ല. ദൈവവചനം പറയുകയാണ്, നിന്റെ സന്തതി പുരാതന ശൂന്യങ്ങളെ പണിയും. തലമുറ തലമുറയായി കിടക്കുന്ന അടിസ്ഥാനങ്ങളെ നീ കെട്ടിപ്പോകും. തലമുറയായി കിടക്കുന്ന അടിസ്ഥാനങ്ങളെ നീ കെട്ടിപ്പോകും. നോക്കി, ആ സഹോദരി പറഞ്ഞു, 70 വർഷമായി ഞങ്ങൾക്ക് വഴിയില്ല. 70 വർഷമായി, 1-2 അല്ല, 70 വർഷമായി. അതാ, വെൻ യു ടേൺ ടു ജീസസ്. ആ സഹോദരി പറഞ്ഞു, ഷീസ് എ ന്യൂ ബിലീവർ. കഴിഞ്ഞ 6 മാസമേ ആയുള്ളൂ താൻ ബാപ്റ്റൈസ്ഡായി, കർത്താവിനോട് ചേർന്ന് ആ ദൈവവചനമൊക്കെ കേട്ട് ആ സന്തോഷത്തിൽ നടക്കാൻ തുടങ്ങി. വലിയ മൈറ്റി ഷിഫ്റ്റ്. ഇവിടെ ദൈവവചനം പറയുകയാണ്, നിന്റെ തലമുറയായി കിടക്കുന്ന അടിസ്ഥാനങ്ങളെ കെട്ടിപ്പൊക്കും. കേട് തീർക്കുന്നവനെന്നും കുടിയിരിപ്പാൻ തക്കവണ്ണം പാതകളെ യഥാസ്ഥാനപ്പെടുത്തുന്നവനെന്നും നിനക്ക് പേർ വരും. എനിക്ക് ഈ പ്രോമിസ് എല്ലാം ഇഷ്ടപ്പെട്ടു. ഈ വാഗ്ദത്തങ്ങളെല്ലാം മനോഹരമാണ്. അതിനാൽ 8-ാം വാക്യം തുടങ്ങുന്ന ആ വാക്ക്, ഇന്ന് രാവിലെ ഞാൻ ഈ ഹോളി സ്പിരിറ്റ് ഇങ്ങനെ നമ്മളെ ഡൈവ് ചെയ്യിപ്പിക്കുന്നത് പോലെ ചില കാര്യത്തിലോട്ട് ഡൈവ് ചെയ്യിപ്പിച്ചു. ഇന്ന് ആ 8-ാം വാക്യം ഒന്ന് വായിച്ചേ ഷീന. അപ്പോൾ എനിക്ക് നോക്ക്, അപ്പോൾ എപ്പോൾ. നോക്കിക്കേ, ഇവിടെ ദൈവവചനം പറയുകയാണ്, ഈ ദൈവത്തിന് അതിൻ്റെ മേളിലോട്ടുള്ള കാര്യം നോക്ക്. ആ ജനം അവർ ഉപവാസത്തിലും പ്രാർത്ഥനയിലുമൊക്കെ അവര് കഴിച്ചു കൂട്ടുകയാണ്. അന്ന് അവർക്ക് ഉപവാസമുണ്ട്, പ്രാർത്ഥനയുണ്ട്, പക്ഷേ അവിടെ ദേ ആർ മിസ്സിങ് ദ കോർ. ഞാൻ പറയാം, ഏറ്റവും വലിയ കോർ എന്നാണെന്നറിയാമോ? ഇറ്റ് ഈസ് ദ ഒബീഡിയൻസ്. നിങ്ങൾ ടു ദ ഒബീഡിയൻസ് ടു ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ വചനത്തിൽ നിങ്ങൾ അനുസരിച്ച് അടിസ്ഥാനപ്പെട്ട് നിങ്ങൾ പോകുന്ന വ്യക്തിയാണോ, നിങ്ങൾക്ക് ഒന്നിനും കുറവ് വരുന്നത്. അവർ ഉപവാസമുണ്ട്. അതിൻ്റെ തൊട്ട് മുമ്പ് ആ വാക്യങ്ങളൊക്കെ വായിച്ചാൽ അതിന് 3 മുതൽ ഉള്ള കാര്യങ്ങൾ നോയിമ്പിനെ കുറിച്ച് പറയുകയാണ്, ഉപവാസത്തെ കുറിച്ച്. നമ്മൾ ഉപവസിച്ചോ, നിങ്ങൾ നോയിമ്പ് എടുത്തോ, പക്ഷേ നിങ്ങളുടെ ഉപവാസവും നോയിമ്പും നുഖങ്ങളെ അഴിക്കുന്ന അന്യായ ബന്ധനങ്ങളെ അഴിക്കുക, നുഖത്തിൻ്റെ അമിക്കയറുകളെ അഴിക്കുക, പീഡിതരെ സ്വതന്ത്രരായി വിട്ടയക്കുക, എല്ലാ നുഖത്തെയും തകർക്കുക. ഇതല്ലോ എനിക്കിഷ്ടമുള്ള ഉപവാസം. എന്നിട്ട് അടുത്ത വാക്യത്തിൽ പറയുക, 7-ാം വാക്യം ഒന്ന് വായിച്ച ഷീന. വിശപ്പുള്ളവന് നിന്റെ അപ്പം നുറുക്കി കൊടുക്കുന്നതും അലഞ്ഞു നടക്കുന്ന സാധുക്കളെ നിന്റെ വീട്ടിൽ ചേർത്ത് കൊള്ളുന്നതും നഗ്നനെ കണ്ടാൽ അവനെ ഉടുപ്പിക്കുന്നതും നിന്റെ മാംസരക്തങ്ങളായി ഇരിക്കുന്നവർക്ക് നിന്നെ തന്നെ മറയ്ക്കാതിരിക്കുന്നതും അല്ലയോ. നോക്ക്, അവിടെ പറയുക, നിങ്ങൾ ഉപവസിക്കുന്നുണ്ട്, നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, നിങ്ങൾ ദൈവസന്നിധിയിൽ ഇരിക്കുന്നുണ്ട്, ബട്ട് യു ആർ നോട്ട് ടോട്ടലി ഒബീഡിയന്റ് ടു മൈ വേർഡ്. അവിടെ നിങ്ങൾ ചില കാര്യങ്ങൾ നിങ്ങൾ മിസ് ചെയ്യുന്നുണ്ട്. ആ മിസ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ കണക്റ്റ് ആകുവാണെങ്കിൽ ഈ പ്രോമിസ് എല്ലാം എൻ്റെ ആയിത്തീരും. എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവർ. ഇവിടെ ദൈവവചനം പറയാം, നിങ്ങളുടെ നോയിമ്പ് എനിക്ക് ഇഷ്ടപ്പെട്ടു, നിങ്ങളുടെ ഉപവാസം എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്നാൽ ഉപവാസം എണ്ണ തേക്കുന്നതും അതിൻ്റെ 3-ാം വാക്യം മുതലൊന്ന് വായിക്കുക ഷീന.
ഞങ്ങൾ നോയമ്പ് നോക്കുന്നത് നീ നോക്കാതിരിക്കുന്നത് എന്ത്? ഞങ്ങൾ ആത്മദാനം ചെയ്യുന്നത് നീ അറിയാതിരിക്കുന്നത് എന്ത്? ഇതാ ഞങ്ങൾ നോമ്പ് നോക്കുന്ന ദിവസത്തിൽ തന്നെ നിങ്ങളുടെ കാര്യാദികളെ നോക്കുകയും നിങ്ങളുടെ എല്ലാ വേലക്കാരെ കൊണ്ട് അധ്വാനിപ്പിക്കുകയും നോക്ക് വേലക്കാരെ ഇതാ പറഞ്ഞ നമ്മുടെ വി മിസ് ദ കോർ. ബാക്കിയുള്ളവര് നിങ്ങളെല്ലാം പണിയെടുത്തോ, ഞാൻ എന്ത് ചെയ്യുക? ഞാൻ മാത്രം പ്രാർത്ഥിക്കുകയാണ്. അതല്ല, യു മിസ് ദ മോട്ടീവ്, യു മിസ് ദ കോർ. നിങ്ങൾക്ക് നിങ്ങൾ ന്യായപ്രമാണം സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുന്നു? അനുസരിക്കുന്നുണ്ട്. പക്ഷേ ചില കാര്യങ്ങൾ നിങ്ങൾ അതിൻ്റെ അകത്ത് വിട്ട് കളയുക. ഞാനൊരു കാര്യം പറയാം, കർത്താവിൻ്റെ പുറകെ ഇറങ്ങിത്തിരിക്കുകയാണെങ്കിലോ ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും അനുസരിക്കണം. ആ കർത്താവിൻ്റെ വചനം അനുസരിച്ച് യു ആർ ഒബീഡിയൻറ്റ് ടു ദ വേർഡ് ഓഫ് ഗോഡ്. എൻ്റെ കർത്താവിന് തരാൻ മേലാത്തതായിട്ട് ഒന്നുമില്ല. ഫെബ്രുവരി മാസം നിങ്ങൾ വലിയ എക്സലിങ് നിങ്ങൾ കാണും, വലിയ മഹത്വം. ഇവിടെ ദൈവവചനം പറയുകയാണ്, കർത്താവ് നിങ്ങളുടെ മുമ്പായി നടക്കും, മഹത്വം നിങ്ങളുടെ പിൻപടയായിട്ട് നിങ്ങളുടെ കൂടെ നടക്കുന്ന മാസമായിരിക്കും. പുരാതന ശൂന്യങ്ങളുടെ നിങ്ങളുടെ തലമുറയെക്കുറിച്ച് ഭാരപ്പെടുന്നവരോട് ഞാൻ പറയാം, തലമുറകളെക്കുറിച്ച് ഭാരപ്പെടരുത്. തലമുറ ദൈവത്തിൻ്റെ ദാനം. ഞാൻ ഇടയ്ക്ക് ഓർപ്പിക്കുന്ന വചനമാണ്, തലമുറ ദൈവത്തിൻ്റെ ദാനം. അവരെ കർത്താവ് ഈ ഭൂമിയിലേക്ക് അയച്ചത്. അങ്ങനെയാണെങ്കിൽ എന്നെ നിങ്ങളെയും കർത്താവ് തിരഞ്ഞെടുത്തതുപോലെ, എന്നെയും നമ്മളെ തിരഞ്ഞ് രക്ഷിച്ചതുപോലെ നിങ്ങളുടെ തലമുറകളെയും എൻ്റെ കർത്താവ് തിരഞ്ഞ് രക്ഷിക്കും. എന്നാൽ നിങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ നിന്നേ. ആ കർത്താവിനെ നിങ്ങൾ കണ്ടുമുട്ടിയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലൊരു ടെസ്റ്റ് മണിയാണോ, അതോ നമ്മൾ ഈ തോമസ് ഉഡ്ഡർ ഇടയ്ക്ക് ഞായറാഴ്ച പറയും, ഈ കർത്താവ് തോമസ് ഉഡ്ഡർ ഇടയ്ക്ക് പറയും, ഈ ഞായറാഴ്ച ദിവസമാണ് കർത്താവിന് ഒട്ടും ഇഷ്ടമില്ലാത്ത ദിവസം. തോമസ് ഉഡ്ഡർ ഇടയ്ക്ക് പറയും, സ്വർഗവിരുന്നുകാരുടെ അഭിനയം കാണണ്ട ദിവസം ഞായറാഴ്ച. ലെറ്റ് us നോട്ട് ആക്ട്. ഇതിന് ഓസ്കാർ ഒന്നുമില്ല കേട്ടോ. ലെറ്റ് us നോട്ട് ആക്ട്. നമ്മുടെ ആക്ടിങ് അല്ല, ലെറ്റ് us ബിലീവ് and let us be obedient to the word of God. ദൈവവചനം അനുസരിച്ച് നമ്മൾ മുമ്പോട്ട് പോകാം. ജീവിതത്തിൽ ഒന്നിനും കുറവ് വരത്തില്ല. സോ ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്, ഈ വാഗ്ദത്തങ്ങൾ മുഴുവൻ അല്ലേ ഷീന, ഈ വാഗ്ദത്തങ്ങൾ മുഴുവൻ, വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും അത് ക്രിസ്തുയേശുവിൽ ഉവ്വ് ആമീനാണ്. പ്രൈസ്. നോക്ക്, ഒന്നിനും കുറവ് വരത്തില്ലെന്ന് ഇവിടെ ദൈവവചനം എഴുതിയിട്ടുണ്ടെങ്കിൽ, ഇരുട്ടി വെളുക്കുന്നത് പോലെ അത്ഭുതം നടക്കുമെന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ, കർത്താവ് വേഗത്തിൽ വഴി തുറക്കുമെന്ന് എഴുതിയിട്ടുണ്ട്, നീ നനഞ്ഞ തോട്ടം പോലെ ആയിരിക്കുമെന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ, എത്ര എടുത്താലും തീരാത്തത് വണ്ണം നിന്റെ പാനപാത്രം നിറഞ്ഞ് കവിയുമെന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ, യു വിൽ ഹാവ് എൻ ഓവർഫ്ലോ. ഫെബ്രുവരി മാസം ഞാൻ നിങ്ങളുടെ മുഖത്ത് നോക്കി പറയുകയാണ്, നിങ്ങൾ നിറഞ്ഞ് കവിയാൻ പോവുകയാണ്, നിങ്ങൾ ഒഴുകാൻ പോവുകയാണ്. നന്മയും കരുണയും നിങ്ങളുടെ ആയുഷ്കാലം മുഴുവൻ. ദാറ്റ്സ് എ പ്രോമിസ് ഓഫ് ഗോഡ്. ആയുഷ്കാലം മുഴുവൻ, വല്ലപ്പോഴും ഒരു വിടുതലല്ല, ആയുഷ്കാലം മുഴുവൻ നിലനിൽക്കുന്ന രീതിയിൽ നിങ്ങൾ അനുഗ്രഹം കാണും, നന്മ കാണും, ദൈവത്തിൻ്റെ പ്രവൃത്തി കാണും. ആൻഡ് ലെറ്റ് us അതിനായിട്ടാണ് പ്രാർത്ഥിക്കേണ്ടത്. കർത്താവേ, മേക്ക് മീ ഒബീഡിയൻറ്റ് ടു ദ വേർഡ് ഓഫ് ഗോഡ്. അതിനൊരു കൃപ തരണം. അതിന് പരിശുദ്ധാത്മാവിൻ്റെ സഹായകനുണ്ട്. പരിശുദ്ധാത്മാവ് സഹായിക്കാഞ്ഞിട്ടല്ല, കൂടെ നിൽക്കുകയാണ്. പലപ്പോഴും എന്നോട് സംസാരിക്കുന്നുണ്ട്, പക്ഷേ ഞാനത് ഇഗ്നോർ ചെയ്യുകയാണ്. ആ ശബ്ദം ഞാൻ കേൾക്കാത്തതാണ്. വാസ്തവത്തിൽ അതിനായിട്ടൊന്ന് ചെവി തുറന്നേ, അതിനായിട്ടൊന്ന് ഇരുന്നേ. ആ സഹോദരി ഇരുന്ന പോലെ പോയി അങ്ങോട്ട് ആയിട്ടിരുന്നേ, ദൈവസന്നിധിയിൽ ഇരുന്നേ, കർത്താവിൻ്റെ സന്നിധിയിൽ ഇരുന്നോ. നിങ്ങൾ ഇരിക്കുന്ന പോലെ ആയിരിക്കത്തില്ല എഴുന്നേൽക്കുന്നത്. നിങ്ങൾ ഒന്ന് ആദ്യം വരുന്നത് വിഷയത്തിൻ്റെ വിടുതലല്ല, ആദ്യം വരുന്നത് ഉള്ളിൽ സമാധാനമാണ്. ആദ്യം വരുന്നത് വലിയൊരു ധൈര്യമായിരിക്കും. ആദ്യം വരുന്നത് മുമ്പോട്ട് പോകാനുള്ള ഒരു ഊർജവും ബലവുമായിരിക്കും. ആ കർത്താവിൻ്റെ സന്നിധി ഇരുന്നു. കർത്താവിന് നിറയ്ക്കാൻ മേലാത്ത ഒന്നുമില്ല. ആൻഡ് ഫെബ്രുവരി യു വിൽ സീ ആൻ ഓവർഫ്ലോ. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ സ്തോത്രം കർത്താവേ, ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. നിന്റെ സാന്നിധ്യത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. കേട്ട വാഗ്ദത്തങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യണമേ. ഞങ്ങളെ മാറ്റിയെടുക്കണമേ കർത്താവേ. ഞങ്ങളുടെ ചിന്തകളും ചിന്താഗതികളും എല്ലാം മാറ്റണമേ. ഞങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തണമേ അപ്പ. ആ വാഗ്ദത്തങ്ങളെല്ലാം ഈ കേൾക്കുന്ന ഓരോ മക്കളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ കൊണ്ടുവരട്ടെ. ഇന്ന് പറഞ്ഞു വിട്ട ദൈവീക വാഗ്ദത്തങ്ങൾ അവരുടെ ഹല്ലേലൂയ ഉന്നത നിലയിലേക്ക് കൊണ്ടുവരട്ടെ. ഹല്ലേലൂയ അവരുടെ കുഞ്ഞുങ്ങൾ പുരാതന ശൂന്യങ്ങളെ പണിയട്ടെ. ഹല്ലേലൂയ അവരുടെ ജീവിതത്തിൽ ചില കെട്ടുറപ്പുകളൊക്കെ ചെയ്യട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഓരോ മക്കളെ അനുഗ്രഹിക്കുന്നു. വഴികളും വാതിലുകളും അവരുടെ മുമ്പിൽ തുറക്കണം. രോഗികൾ സൗഖ്യമാകട്ടെ. അത്ഭുതങ്ങൾ ജീവിതത്തിൽ നടക്കട്ടെ. ക്യാൻസർ രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ
ഇപ്പോൾ തന്നെ മുട്ട് മടക്കുവാൻ കൽപ്പിക്കുന്നു. ക്യാൻസർ മരിക്കും. ഹല്ലേലൂയ. സഹോദരി ജീവിക്കും. യേശുവിന്റെ നാമത്തിൽ പറഞ്ഞു വിടുന്നു കർത്താവേ. നിന്റെ കരം തൊടണമേ. ഹല്ലേലൂയ. സാമ്പത്തികമായി, ആരോഗ്യപരമായി, മാനസികപരമായി ഓരോ മക്കളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ റിലീസ് എ ന്യൂ അനോയിന്റിങ് കർത്താവ്, ഒരു പുതിയ അഭിഷേകം നിന്റെ മക്കൾക്ക് കർത്താവ് റിലീസ് ചെയ്യുന്നതിനായി സ്തോത്രം. അഭിഷേകം എല്ലാ ദുഃഖങ്ങളെയും തകർക്കും. യേശുവിന്റെ നാമത്തിൽ ആ പരിശുദ്ധാത്മാവിന്റെ നിറവും അഭിഷേകവും അവരുടെ ശൂന്യതകൾ മുഴുവൻ മാറട്ടെ കർത്താവെ. ആ കേട്ടതുപോലെ കർത്താവെ ഓരോ കാര്യങ്ങളും അവരുടെ ജീവിതത്തിൽ അവർ കാണട്ടെ. ലെറ്റ് ദ ഡാർക്ക് ബിക്കംസ് ലൈറ്റ്. അവരുടെ ഇരുട്ട് വെളിച്ചമായി മാറട്ടെ യേശുവിന്റെ നാമത്തിൽ. അവിടെ 5 കാര്യങ്ങൾ ഞങ്ങൾ കേട്ടല്ലോ കർത്താവെ. ഒന്ന്, you will make our dark places lighted. ഞങ്ങളെ ലൈറ്റ് ആക്കി തീർക്കും. 2, you are the healer. നീ ഞങ്ങളുടെ ശരീരങ്ങൾക്ക് സൗഖ്യം തരുന്ന കർത്താവാണ്. ഞങ്ങളെ എല്ലുകളെ പോലും പുതുക്കുവാൻ നിനക്ക് കഴിവുണ്ട് എന്ന് ഞങ്ങൾ കേട്ടു. and your righteousness will go before us. നിന്റെ നീതി ഞങ്ങളുടെ മുമ്പായി നടക്കും എന്ന് ദൈവവചനം പറഞ്ഞ് നീതി മുമ്പായി നടക്കട്ടെ. നീതി സൂര്യനാണ് കർത്താവായ യേശു ക്രിസ്തു. യേശു ക്രിസ്തു മുൻപടയായി പോകുന്ന വലിയ കൃപയ്ക്കായി സ്തോത്രം. and the glory of God becomes your rear guard. rear guard. ആ rear guard ആയി ആ ദൈവത്തിന്റെ മഹത്വം കൂടെ നിൽക്കുമ്പോൾ ഒന്നിനും അവരെ തടയാൻ പറ്റത്തില്ല. യേശുവിന്റെ നാമത്തിൽ കർത്താവെ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കേട്ട 5ാമത്തെ കാര്യം, യു ആൻസേഴ്സ് എവരി പ്രയർ. യേശുവിന്റെ നാമത്തിൽ കർത്താവെ പ്രാർത്ഥിക്കുന്നു. ഈ വാഗ്ദത്തങ്ങൾ മുഴുവൻ ഈ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ മുദ്രയിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ലെറ്റ് ദം സീ ഇറ്റ്. അവരെ കാണട്ടെ ജീവിതത്തിൽ. ലെറ്റ് ദം എൻജോയ് ഇറ്റ്. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. and the promise is yours. വാഗ്ദത്തങ്ങൾ നിങ്ങളുടെയാണ്. വാഗ്ദത്തങ്ങൾ എന്റെയും നിങ്ങളുടെയും സ്വന്തമാണ്. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിറയ്ക്കുന്നതിനായി സ്തോത്രം. വീടുകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ. സമ്പത്ത് അനുഗ്രഹിക്കപ്പെടട്ടെ. ആരോഗ്യം അനുഗ്രഹിക്കപ്പെടട്ടെ. തലമുറകൾ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ക്രിസ്തുവിന്റെ നിറവ് എല്ലാ മേഖലകളിലും ഉണ്ടാകട്ടെ. പുതിയ വാതിലുകളും വഴികളും തുറക്കട്ടെ. പുരാതന ശൂന്യങ്ങളെയെല്ലാം പണിയുന്നതിനായി സ്തോത്രം. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. തലമുറകളായി മുടങ്ങിക്കടന്നത് യേശുവിന്റെ നാമത്തിൽ ഇന്ന് സാക്ഷ്യം കേട്ടതുപോലെ തന്നെ യേശുവിന്റെ നാമത്തിൽ തലമുറകളായി മുടങ്ങിക്കടന്നത് യേശുവിന്റെ നാമത്തിൽ ചേർന്ന് വരട്ടെ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതോർത്ത് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. സോ കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. and don't miss the core, and the core is obedience to the word of God. ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് if you are obedient, കർത്താവിന് തരാൻ മേലാത്തതായിട്ട് ഒന്നുമില്ല. So God bless you and share the video also. ധാരാളമായിട്ട് കർത്താവ് അനുഗ്രഹിക്കട്ടെ. God bless you. Have a wonderful day. Have a wonderful month. ഈ ഫെബ്രുവരി മാസം we will see the blessing together. God bless you. God bless you.